ഈ ചൊറിയുന്ന ചേമ്പല എടുത്തു വെച്ചിട്ട് ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്നല്ലേ ആലോചിക്കുന്നത്. ഈ മാവും കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പല, അതായത് മടമ്പ ഇല എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ ചേമ്പല വെച്ചിട്ട് ഇന്നൊരു റെസിപ്പിയാണ്. ഇതിന്റെ പേരാണ് പത്രോടോ. ഈ യൂട്യൂബേഴ്സ് എല്ലാം കുറേ ഷെയർ ചെയ്ത് ഇത് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണ്. എന്നാലും ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയപ്പം ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണ്ടേ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാം ഓരോ യൂട്യൂബേഴ്സും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. പകരം എളുപ്പത്തിനൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. നമുക്ക് സമയം മുന്നോട്ട് പോകണമല്ലോ ഇത് കാണിക്കുന്ന അത്രയും നേരം. പച്ചരിയും പുഴുക്കലരിയും കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. പച്ചരി കൂടുതലും പുഴുക്കലരി കുറച്ചുമാണ് ഇട്ടിരിക്കുന്നത്. പുഴുക്കലരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇച്ചിരി പശിമയോടെ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ കുതിർത്ത പച്ചരിയിലേക്ക് തേങ്ങായും മുളകും, വറ്റൽമുളകാണ് മെയിനായിട്ട് ചേർക്കുന്നത്. എന്ത് മുളക് വേണമെങ്കിലും ചേർക്കാം. ഇവിടെ പച്ചമുളകും കാന്താരിയും എല്ലാം എൻ്റെ അമ്മ ചേർക്കാറുണ്ട്. വറ്റൽമുളക് കൂടുതൽ ചേർക്കുമ്പോൾ ഈ മാവ് ഒരിച്ചിരി റെഡിഷ് കളറായിട്ട് വരും കേട്ടോ. ഇന്ന് അമ്മ പച്ചമുളകാണ് കൂടുതൽ ചേർത്തത്, കാരണം വറ്റൽമുളകിന് എരിവ് കുറവായിരുന്നു. അപ്പോൾ വറ്റൽമുളക് കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ കുതിർത്ത അരിയിലേക്ക് വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ, കായം, പിന്നെ പുളി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ പുളിയാണ് ചേർക്കുന്നത്. എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രുചി കിട്ടത്തുള്ളൂ. പിന്നെ ഏതുതരം പുളിയും ചേർക്കുന്നവരുണ്ട്, അതും രുചിയില്ല എന്നല്ല പറയുന്നത്. പുളി ചേർക്കുമ്പോൾ ഇത്തിരി ഏറെ ചേർക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ ചൊറിയുന്ന ഒരു സാധനമാണ്. അപ്പോൾ പുളി നമ്മൾ ഏറെ എന്ന് പറയുന്നത് ആവശ്യത്തിന് ചേർക്കണം. പുളി കൂടുതലായി പോയെങ്കിലും നമുക്ക് ചൊറിച്ചിൽ കുറഞ്ഞു കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ പുളിയും ചേർത്ത് അരച്ച് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ, അതായത് കുറച്ച് തരിയായിട്ട് വേണം ഇത് അരയ്ക്കാനായിട്ട്. എന്നാലേ മാവ് നമ്മുടെ ഇലയിൽ കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഓരോ ഇലകളായിട്ട് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ മാവ് തേച്ച് കൊടുക്കണം. തലങ്ങും വിലങ്ങും വെച്ചിട്ടാണ് ഈ ഇല നമ്മൾ മാവ് തേക്കുന്നത് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. നമ്മൾ റോൾ ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് റോളായിട്ട് വരത്തുമില്ല. അപ്പോൾ ഓരോ റോളുകളായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇല ആയതുകൊണ്ട് പെട്ടെന്ന് വേവും എന്നാരും വിചാരിക്കരുത്. ഇതിന് കുറച്ചേറെ നേരം വേണം ഇത് ഓരോന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ റോളിൻ്റെ എണ്ണം കൂടുന്തോറും വേവുന്ന സമയവും കൂടും. ഇടയ്ക്ക് നിന്ന് നോക്കിയപ്പോൾ വെന്തില്ലായിരുന്നു. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചൂടോടെ അങ്ങ് എടുത്തത് കൊണ്ടാണ് ഇത് സ്ലൈസായിട്ട് കിട്ടാതിരുന്നത് കേട്ടോ. ഇച്ചിരി തണുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പായിട്ട് സ്ലൈസായിട്ട് കിട്ടും. ഫ്രൈ പാനിൽ ഇട്ട് പിറ്റേന്ന് ദിവസം ഇത് ചുട്ട് കഴിക്കും കേട്ടോ ഞാൻ. അതും വേറൊരു രുചി. അപ്പോൾ സാധാരണ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പോൾ ഇതിവിടെ ചൂടോടെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് മാത്രമേ ഇത് പിറ്റേന്ന് ചുട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ.